السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أمر الله تعالى لنبيه صلى الله عليه وسلم قل رب زدني علما قل رب زدني علما. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയോട് കൽപ്പിച്ചത് അറിവ് കയറ്റിക്കൊണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ അറിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ദീനിയായ അറിവും പിന്നെ ദുന്യവിയായ അറിവും എല്ലാം കലർത്തിക്കൊണ്ടുള്ള അറിവിൻ്റെ കേന്ദ്രമാണ് ഈ മർക്കസ് സഖാവത്ത് സുന്നിയ എന്ന സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപനത്തിൽ പഠിച്ച് പൂർത്തിയാക്കിയ പണ്ഡിതന്മാർക്ക് സന്ധി കൊടുക്കുന്ന ദിവസമാണെന്ന് ആ ആഘോഷം കൊണ്ടാടാനാണ് നമ്മളൊക്കെ വന്നത്. അപ്പോൾ അതുപോലെ അവർക്കൊക്കെ പഠിച്ച് പൂർത്തിയാക്കിയ അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അറിവുണ്ടായാൽ ഉയർന്നു പോകും. ഇർഫാഇൽ ഇൽമു വയതുകാരും ജഹലും ജഹല് വെടിവാവും ഇൽമു ഉയർന്നു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അത് ഉയരാങ്ങൾ കാരണമാകരുത്, പഠിക്കണം എന്നുള്ള വേനാക്കാണ്. ഉയർന്നു പോകുന്നുള്ള കാര്യം ശരി തന്നെ. ആ ഉയരാനയക്കരുത്, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുക, പഠിച്ച് അത്യാവശ്യമായ അറിവ് പഠിച്ചവരെ ആയിട്ട് കുന്നാലിമൻ ആലിമാവും, അല്ലെങ്കിലോ അധ്വാനിച്ച് പഠിക്കണം മുത്താലിമാവും, അല്ലെങ്കിൽ എന്ത് ചെയ്തോ മുസ്തമിയൻ സൗകര്യം ഉണ്ടാകുമ്പോൾ കേട്ട് പഠിക്കുന്ന മുസ്തമിയായിക്കോ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ പുരിയാൻ വെക്കുന്ന മഹിബായിക്കോ. വലാത്തക്കും ഹാമിസ അഞ്ചാമത്തെ ആൾ നിങ്ങളാകാൻ പാടില്ല എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? ഓരോരുത്തരും നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കളൊക്കെ പഠിക്കാൻ പറഞ്ഞേക്കുക. അത്യാവശ്യമായ അറിവുകളൊക്കെ പഠിച്ചോട്ടെ. ദീനിയും ദുന്യബിയായ അറിവെല്ലാം പഠിച്ചോട്ടെ. എല്ലാം നമ്മുടെ ആവശ്യമാണല്ലോ. ദുന്യാവിനെ ജീവിക്കാൻ റസൂൽ വരുന്നതാണ്. അല്ലാഹുമ്മ നമുക്ക് മൈഷത്തായ അതിനാവശ്യമാവുന്ന ഈ ദുന്യവിയായ അറിവും ദീനിന് അത്യാവശ്യമായ ദീനിയായ അറിവും എല്ലാം പഠിക്കണം എന്ന് പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെയാണ്. ദുന്യാവ് മാത്രം തേടാനോ അല്ലെങ്കിൽ ആഖിറ മാത്രം ദുന്യാവിനെ ഒഴിവാക്കിയാൽ ദുന്യാ മസലാത്തുൽ ആഖിറ എന്നാണ്. ദുന്യാവെന്നല്ലേ ആഖിറത്തേക്കുള്ള വരുമാനം ഉണ്ടാക്കണ കൃഷിസ്ഥലം ദുന്യാവാണ്. അപ്പോൾ ദുന്യാവ് ഉണ്ടാക്കി കുറേ ദുന്യാവൊക്കെ ഉണ്ടാക്കി ആളെ പഠിപ്പിക്കാൻ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി, അതാണ് ഇവിടെ റയീസുൽ-ഉലമ ചെയ്യണ പണി. എന്ത് ചെയ്യുക? കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി പൈസ ഉള്ളവരോടൊക്കെ പൈസ വാങ്ങിയാണ്ട് കുറേ സ്ഥാപനങ്ങൾ ദീനിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ആലിമീങ്ങളാക്കി വിടുക ജനങ്ങളെ. ഇത് നല്ലൊരു കാര്യമാണുള്ളത്. അപ്പോൾ ആ കാര്യമാണ് മഹാനായ റയീസുൽ-ഉലമ നമുക്ക് കാട്ടിത്തരുന്നത്. അത് സുൽത്താനുൽ-ഉലമ നമുക്ക് കാട്ടിത്തരേണ്ട പണി അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും സുൽത്താനുൽ-ഉലമൻ്റെ ഈ പ്രവൃത്തിക്ക് സഹായിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സ്ഥാപനം നടക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. ആ പൈസ ഒക്കെ ഇങ്ങനെ കടാക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ജീവിക്കണേ സുൽത്താനുൽ-ഉലമ. അപ്പം അതുകൊണ്ട് ക്ഷീണിപ്പിക്കാൻ പാടില്ല, മാനവരെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തിട്ട് കൈമനുസരിച്ചൊക്കെ കൊടുത്തിട്ട് ഈ സ്ഥാപനം എന്ന് പറഞ്ഞ് നിലക്കണം. ഇത് ദീൻ്റെ ഒരു കേന്ദ്രമായ സ്ഥാപനമാണ്. അത് നിലക്കാണ്ട് എല്ലാ പ്രവർത്തനങ്ങളും സുന്നി മുസ്ലിമീങ്ങളായ കൂട്ടക്കാർ ചെയ്യണം. സുന്നത്തി അമ്മായത്താണ് ഇസ്ലാം, യഥാർത്ഥ ഇസ്ലാം. നമ്മൾ സുന്നത്തി അമ്മായത്തിൽ അംഗമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതെന്ന് വലിയ നിയമത്താണ്.
ആ നിയമത്തിന് ശുക്രായിട്ട് നമ്മൾ ചെയ്യാം, അത് നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മർക്കസും സ്ഥാപനങ്ങളുമൊക്കെ എന്ന് നിലനിന്ന് പോകണം, അതിനുള്ള വേണ്ടതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ ഈ പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാരുണ്ടല്ലോ, ആ വെറും തലക്കെട്ടും കുപ്പായം മാത്രം ഉണ്ടായാൽ പോരാ, ചെയ്യുക ഇറങ്ങിയാൽ ദീനിയായ പ്രവർത്തനത്തിന് ദീനിനെ നിഷേധിക്കുന്ന കൂട്ടക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അവൻ ചെയ്യുക. അപ്പോൾ അതിനൊക്കെ മറുപടി അറിഞ്ഞിട്ട് ദീൻ്റെ ഇസ്ലാമിനെ സ്ഥിരപ്പെടുത്തുന്ന മഹാന്മാരാകണം നിങ്ങൾ, എല്ലാം പഠിക്കണം. മുമ്പ് ഒരു ചങ്ങായി നിരീശ്വരവാദി ഇറങ്ങിയ പറഞ്ഞ് യതുംബി ഹംസിമീന അസ്ജിദിൻ വദിയത് മവാലു ആ കുത്തിയത്ത് ഫി റുബൈ ദീനാരി. ഒരു കൈ മുറിച്ചാൽ 500 പൊന്നാണ്. അതേ സമയത്ത് ഒരു കാ പൊന്ന് കട്ടാൽ അവൻ്റെ കൈ മുറിക്കണം. ഇതെന്തൊരു അനീതിയാണ് എന്നൊരു ചങ്ങായി പാടി. അപ്പോൾ മഹാനായ ഒരു പണ്ഡിതൻ ഇതിങ്ങേപ്പുറത്ത് പാടി ഇസുല്ലമാനത്തി അഗ്ലഹ വ അർഖസഹ സുല്ലുൽ ഖിയാനത്തി ഫഫം ഹിക്മത്തൽ ബാരി എന്ന് പാട്ട് പാടി ട്ടോ. അപ്പം എന്ന് പറഞ്ഞ മാതിരി എല്ലാ നിലക്കും തിറാണിത്തം ഉണ്ടാക്കണം നിങ്ങൾ. പദ്യത്തിന് പദ്യം കൊണ്ട് മറുപടി അറിയാം, ഗദ്യത്തിന് ഗദ്യം കൊണ്ട് മറുപടി അറിയാം. ഇതിൻ്റെ അറിയാതൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ ഇവിടെ ഉസ്താദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റത്തിനെ പറ്റിയ ആളുകളൊക്കെ ഇവിടെ പഠിപ്പിക്കാൻ ഇവിടെ ആക്കിയിട്ടുണ്ടാവുകൊണ്ട് പിന്നെ ഇത് പഠിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിട്ട് നാടൻ പണി വെക്കണ്ട കേട്ടോ. അപ്പം എന്ത് ചെയ്താൽ ഇരുമോണ്ട് സൂരാകുക. ഇരുമോണ്ട് സൂരായാൽ നല്ല സുര. ഞാൻ ഒതുക്കാൻ നിന്ന് അപ്പോൾ ഷേഖോൻ എന്നോട് പറഞ്ഞ് ഇവിടെ നോടി ശമ്പളം തെളിവിച്ചാണ്. വലിയ മഹാനാണ് ബഹറുലൂം എന്ന് പറഞ്ഞ ആൾ. ഓക്കെ സൈനുദ്ദീൻ ബിൻ അലി ഹസൻ എന്ന് പറഞ്ഞ ബഹറുലൂം എന്ന സ്ഥാനപ്പേരുള്ള മഹാനവരുകൾ ഞാൻ തഹസീൽ കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് ഇവിടെ നോടി ശമ്പളം തെളിവിച്ചാണ്. ശരി, ആ നിന്നോട് ചോദിച്ചാൽ നിൽക്കാം, ഇതേ ഓതില്ലേനോ? അപ്പം നിൽക്കാം. അങ്ങനെ എന്നെ അവിടെ നിർത്തിയിട്ടോ. അങ്ങനെ കമ്മിറ്റിക്കാർ 3 മാസത്തിന് ശമ്പളം തന്നില്ല. 3 മാസം കഴിഞ്ഞാലും കമ്മിറ്റിക്കാർക്ക് ഒരു പോരാത്തരം എന്താ ഇന്ത്യ ഒന്ന് കൊടുക്കാഞ്ഞാൽ വരിച്ചല്ലേ. അങ്ങനെ 60 റുപ്യ സമ്പാദിച്ചു. 60 റുപ്യ എന്ന് പറഞ്ഞാൽ ദിവസത്തിന് 2 റുപ്യായി. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വലിയ പെങ്ങൾ കെട്ടി അടിയാൻ ചോദിച്ചു എത്ര കുട്ടിയ മാസപ്പടി? 60 റുപ്യ. അത് അപ്പം അയാൾ പറയാം പഠിച്ചോനെ 2 റുപ്യയുടെ മാസം നാളെ ചോദിച്ചു. അപ്പം എൻ്റെ അമ്മ കൊണ്ട് വന്ന് മാറി എത്താങ്ങൾ പറഞ്ഞ് അള്ളാൻ്റെ വീട്ടിലിരുന്ന് അള്ളാൻ്റെ ഇൽമിനെ പഠിപ്പിക്കൽ അള്ളാഹ്ക്ക് പഴുത്തുള്ള കാര്യം, ജനങ്ങൾ ഈ പേരുള്ള കാര്യം, ഡിസ്കള്ള പണം തരല്ലേ എന്നും പറഞ്ഞ് എല്ലാം ഒരു പാസ്പോർട്ട് എടുത്തുകൊണ്ട് അക്കരെ കിടന്നോന്നല്ല അമ്മ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിന് ഞാൻ ഇതുവരെ ഓതിനെക്കാട്ടി അറിവ് കയറി എനിക്ക് ആ വാക്കുകൊണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ മക്തബ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അമ്മാൻ്റെ പേര് വെച്ച് മക്തബ ആയിഷ എന്ന പേര് വെച്ച്. അറബിത്തണ്ട കായൊന്നല്ല കേട്ടോ. അപ്പോൾ ഏതാണ്? അപ്പോൾ അങ്ങനെ ഈ രൂപത്തിൽ നമ്മളെന്ത് ചെയ്യണം? അതാണ് ശമ്പളം നോക്കിയിട്ടല്ല. എവിടെയെങ്കിലും പോയി നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് പുറത്താക്കാൻ നിൽക്കണ്ട. അവിടെ ജനങ്ങൾക്ക് അനുസരിച്ച് എല്ലാവരും കൂട്ടിപ്പിടിച്ച് മാലിന്യമൊക്കെ ഒരു ഏക അഭിപ്രായത്തിലാക്കിയിട്ട് ജനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഒക്കെ ഒറ്റ കച്ചിയായി സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്തുക. മാലിൽ ആ നാട്ടിൽ നമ്മളെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടാക്കരുത്. ഉള്ള കുഴപ്പങ്ങൾ അമർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അന്നേരക്ക് മാലിൽ ഭരിക്കാൻ കഴിയണം. എവിടെയും പോയി മുദരിസായിക്കുകയാണെങ്കിലോ ഖത്തീബായി നിൽക്കുകയാണെങ്കിലോ ഒക്കെ അങ്ങനെ ചെയ്യണം. അത് നമ്മൾക്കുള്ള നിർബന്ധമായ കാര്യമാണ്. വിലമാക്കന്മാരാണ് ജനങ്ങളെ നിയന്ത്രിക്കൽ. സിൻഫാനി മിന്നുമ്മത്തി ഇതാ സലാസലാന്നാസുകുല്ലു ഇതാ അവസന്നാസുകുല്ലു. അപ്പോൾ 2 നാട്ടിൽ കാരണന്മാരുണ്ടാവും,
അപ്പം കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞത് പിന്നെ വരുമാവും ഉണ്ടാവും. ഈ രണ്ട് കൂട്ടക്കാരും യോജിച്ച് നിന്നാൽ ആ രാജ്യം മുഴുവൻ നന്നാവും. അങ്ങനെ നന്നാക്കുന്ന ഞങ്ങൾ ജനങ്ങൾ ആയി തീരണം എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളോടും എന്നോടൊക്കെ ഉപദേശിക്കണം. അപ്പോൾ ഈ സ്ഥാപനം നമുക്ക് ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി തരാനുള്ള ഒരു കാരണക്കാരനായത് മഹാനായ സുൽത്താൻ ഉലമ അവരുകളാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ. ആഫിയത്തോടു കൂടെ കുറേ കാലം ഇനിയും നമ്മൾ ഭരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല ചെയ്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.